ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത് കഥകൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വധാമഗമനം, അദ്ദേഹം എവിടെ നിന്ന് അവതരിച്ചോ തിരികെ ആ സ്വരൂപത്തിലേക്ക് തന്നെ പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ നമ്മൾ പരീക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂതൻ കഥ പറയുകയാണ്. അല്ലയോ ശൗനക, പാണ്ഡവരൊക്കെ ആ മഹാപ്രസ്ഥാനം സ്വന്തം ശരീരം വെടിഞ്ഞു. അതിനുശേഷം പൗത്രനായ പരീക്ഷിത്ത് രാജ്യഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തെ ആ ജനന സമയത്ത് ബ്രാഹ്മണരൊക്കെ പ്രവചിച്ച പോലെ തന്നെ അദ്ദേഹം മഹാഗുണങ്ങൾ തികഞ്ഞവനായിരുന്നു, ഭാഗവത ഉത്തമനായിരുന്നു. അദ്ദേഹം ഉത്തരൻ്റെ പുത്രിയായ ഇരാവതിയെ വിവാഹം കഴിച്ചു. അവളിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അതിലൊരാളാണ് ജനമേജയൻ. അദ്ദേഹം കൃപാചാര്യരെ പുരോഹിതനാക്കി ഗംഗാതീരത്ത് വെച്ച് ഭൂരിദക്ഷിണയോടുകൂടി അശ്വമേധയാഗം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ദേവന്മാർ, ദേവൻ എന്ന് പറഞ്ഞാൽ ദിവ് ധാതുവാണ്, പ്രകാശസ്വരൂപികളാണ്. അപ്പോൾ അവർ സ്ഥൂല ശരീരികളായി തന്നെ പ്രത്യക്ഷപ്പെട്ട് ഹവിർഭാഗം കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ പരാക്രമശാലിയാണ് പരീക്ഷിത്ത്. അദ്ദേഹം ദിഗ്വിജയ സമയത്ത് 2 പശുക്കളെ, ഗോമിഥുനങ്ങളെ പാദങ്ങൾ കൊണ്ട്, കാലുകൊണ്ട് പ്രഹരിക്കുന്ന കലിയെ കണ്ടു. ഇതെല്ലാം ഒരു റെപ്രസെൻറ്റേഷൻസ് ആണ്. ശൂദ്രനാണ്, പക്ഷെ രാജലക്ഷണങ്ങൾ ധരിച്ചവനായ കലിയെ അദ്ദേഹം പരീക്ഷിത്ത് സ്വശക്തി കൊണ്ട് കീഴടക്കി എന്ന് പറയുന്നു. അപ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്, ഏത് കാരണം കൊണ്ടാണ് പരീക്ഷിത് കലിയെ നിഗ്രഹിച്ചത്? രാജലക്ഷണങ്ങളൊക്കെ ഉണ്ടായി, പശുവിനെ കാൽ കൊണ്ട് പ്രഹരിക്കുന്ന ഈ കലി ആരാണ്? അത് കൃഷ്ണകഥയെ സംബന്ധിച്ചതാണോ? ഭഗവാന്റെ ആ പാദകമലങ്ങളുടെ തേൻ നുകരുന്ന സജ്ജനങ്ങളുടെ കഥയെ ആശ്രയിച്ചുള്ളതോ ആണെങ്കിൽ പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ദുഷിച്ച കാര്യങ്ങളെ സംബന്ധിച്ച സംഭാഷണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യമദേവൻ അവിടെ നടക്കുകയാണല്ലേ, യാഗം നടക്കുകയാണ്. അതുകൊണ്ട് യമദേവനെ അവർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും മൃത്യു സംഭവിക്കില്ല. മനുഷ്യർ ഹരിലീലാമൃതം പാനം ചെയ്യട്ടെ എന്ന് കാംക്ഷിച്ച് തന്നെയാണ് ഋഷീശ്വരന്മാർ യമദേവനെ ഇങ്ങോട്ട് ആവാഹിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൂതൻ പറഞ്ഞു, തൻ്റെ പരീക്ഷിത്ത് ചക്രവർത്തിയായി രാജഭരണം നടത്തുന്ന കാലത്ത് തൻ്റെ സാമ്രാജ്യത്തിൽപ്പെട്ട ആ കുരുജാങ്കലത്തിൽ കലി പ്രവേശിച്ചിരിക്കുന്നതായ ആ ഒരു വൃത്താന്തം, ആ ഒരു കാര്യം ആര് ശ്രവിച്ചു? പരീക്ഷിത് ശ്രവിച്ചു. ഉടനെ തന്നെ അദ്ദേഹം വില്ല് കയ്യിലെടുത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു രഥത്തിൻ്റെ കാര്യം അറിയാമല്ലോ, ശോഭനമായി അലങ്കരിക്കപ്പെട്ടതാണ്, പച്ചക്കുതിരകളെ പൂട്ടിയതാണ്, സിംഹമാകുന്ന കൊടിയടയാളത്തോടു കൂടിയതുമായ രഥത്തിൽ ചതുരംഗസേനയുടെ അകമ്പടിയോടുകൂടി ദിഗ്വിജയത്തിനായിട്ട് പോയി. അവിടുത്തെ സ്ഥലങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭദ്രാശ്വം, കേതുമാലം, ഭാരതം, ഉത്തരകുരു, കിംപുരുഷം തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി കപ്പം വാങ്ങിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പരീക്ഷിത്ത് അതിനുശേഷം അദ്ദേഹം ചെന്നിടത്തെല്ലാം ശ്രീകൃഷ്ണ മഹാത്മ്യത്തെയും പൂർവികരായ ആ പാണ്ഡവരുടെയും യാദവരുടെയും സ്നേഹത്തെക്കുറിച്ച് ജനങ്ങൾ വളരെ പുകഴ്ത്തി പറയുന്നത് കേട്ടു. ഇത് കേട്ട് വളരെയധികം സന്തോഷം തോന്നി പരീക്ഷത്തിന്. അതുകൊണ്ട് അവർക്ക് ധാരാളം ധനം, വസ്ത്രം, രത്നം മുതലായവയൊക്കെ പരീക്ഷിത്ത് രാജാവ് സമ്മാനിച്ചു. പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ ചെയ്ത നിരവധി സേവനങ്ങളെയും ആ ഭഗവാനെ ലോകമാകമാനം സ്തുതിക്കുന്നതിനെയും കേൾക്കുക നിമിത്തമായി പരീക്ഷത്തിന് ഭഗവാൻ കൃഷ്ണനിലുള്ള ഭക്തി വർദ്ധിച്ചു. ഇനി പാണ്ഡവരെന്തൊക്കെയാണ് ചെയ്തേ? സാരഥ്യം, സഭാപതിത്വം, ദാസ്യം, സഖ്യം, ദൂത് പോകുക, അനുഗമിക്കുക, ഉറക്കമൊഴിച്ചിരിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക, ഇതാണ് പാണ്ഡവർ ചെയ്ത സേവനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പൂർവികരുടെ മഹാത്മ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത്ത് സമീപ പ്രദേശത്തായി വളരെ ആശ്ചര്യം നിറഞ്ഞ ഒരു സംഭവം കൂടി കണ്ടു. എന്താണ്? നമ്മൾക്കിത് ഈ കഥയൊക്കെ എനിക്കൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പിന്നീട് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് അതിനെ ഒരു സ്ഥൂല രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, ഭാഗവതമൊക്കെ അങ്ങനെയാണ്, നമുക്ക് സ്ഥൂല രൂപത്തിലാണ് കൂടുതലും പുരാണങ്ങൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ശ്രുതിയിലേക്ക് വരുമ്പോൾ അത് വളരെ സൂക്ഷ്മതമമായ രൂപത്തിലേക്ക് പോകും. അപ്പോൾ എന്താണ് അദ്ദേഹം കണ്ടത്? പരീക്ഷിത്ത് ഒറ്റക്കാലിൽ സഞ്ചരിക്കുന്ന ധർമ്മദേവൻ ആ കിടാവ്, കുഞ്ഞ് നഷ്ടപ്പെട്ട തള്ള പശുവിനെ പോലെ കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്നവളും ആ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട ഭൂമിദേവിയെ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു. ധർമ്മദേവൻ എന്താണ് ധർമ്മ ഉവാച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മദേവൻ ചോദിച്ചു,
ഭദ്രേ, അവിടത്തേക്ക് സുഖം തന്നെയല്ലേ? അങ്ങയുടെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? എൻ്റെ ഈ 3 പാദങ്ങളും നഷ്ടപ്പെട്ട ആ ദൈന്യതയെ ഓർത്തിട്ടാണോ? അതോ ഇവിടെ ഹവിർഭാഗമൊന്നും ലഭിക്കാതിരിക്കുന്ന ദേവന്മാരെക്കുറിച്ച് ഓർത്തിട്ടാണോ? ഭൂമിയിൽ ഇപ്പോൾ ഭർത്താക്കന്മാരാൽ സംരക്ഷിക്കപ്പെടാത്ത ആ സ്ത്രീകളെ പറ്റി ഓർത്താണോ? അതോ മഴയൊന്നും ലഭിക്കാതെ വലയുന്ന പ്രജകളെക്കുറിച്ച് ഓർത്തിട്ടാണോ? പിതാക്കളൊന്നും സംരക്ഷിക്കാത്ത ശിശുക്കളെക്കുറിച്ച് ഓർത്തിട്ടാണോ? പിന്നെ ബ്രാഹ്മണരൊക്കെ ആ ഒരു കുകർമ്മനിരതരായി. അപ്പോൾ അതിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആ വാണിദേവി, വേദവാണി, അതിനെപ്പറ്റി ഓർത്തിട്ടാണോ? ഇനി ബ്രാഹ്മണ ഭക്തിയില്ലാത്ത രാജകുടുംബങ്ങളെ ആശ്രയിക്കുന്ന ബ്രാഹ്മണരെക്കുറിച്ച് ഓർത്തിട്ടാണോ ദുഃഖിക്കുന്നത്? കലിബാധിതരായ ആ രാജാക്കന്മാരെക്കുറിച്ച് ഓർത്താണോ? അവരാൽ നശിപ്പിക്കപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ച് ഓർത്താണോ? തന്നിഷ്ടം പോലെ ആഹാരം, സ്നാനം, വസ്ത്രധാരണം, മൈഥുനം മുതലായവ ചെയ്യുന്ന മനുഷ്യരാശിയെക്കുറിച്ചാണോ ഓർത്തിട്ടാണോ ദുഃഖിച്ചിരിക്കുന്നത്? നമ്മളിതെല്ലാം ഇന്നത്തെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഓർത്താണോ ദുഃഖിക്കുന്നത്? അപ്പോൾ ഭൂഭാരം തീർക്കുന്നതിനായി അവതരിച്ച ഹരിയുടെ ആ ഒരു വിയോഗം സഹിക്കാനാവാതെ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളെ ഓർത്തുകൊണ്ടാണോ ദുഃഖിക്കുന്നത്? ഇതെല്ലാം ഭഗവത് ലീലയാണല്ലേ. നമ്മൾ ഇതിൽ ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അപ്പം എന്താണ് അവിടുത്തെ ആധിയുടെ കാരണം? അങ്ങ് ക്ഷീണിതയായിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ധരണി ഉവാച, ഭൂമിദേവി പറയുകയാണ്, അപ്പോൾ അങ്ങ് അങ്ങ് ചോദിച്ചതിന് എല്ലാ ഉത്തരം അവിടത്തേക്ക് തന്നെ അറിയാം. ഭഗവാൻ കൃഷ്ണൻ്റെ കാലത്ത് അവിടുന്ന് 4 പാദങ്ങളോട് കൂടിയിരുന്നല്ലോ. ഏതൊക്കെയാണ് ആ 4 പാദങ്ങൾ? സത്യം, തപസ്, ശൗചം, ദയ. ഇവയാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. ഇനി ഭഗവാനിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊന്ന് പറയുകയാണ്. ഭഗവാനിൽ നിത്യമായി വിളങ്ങുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സത്യം, ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ശൗച്യം, ദയ, ശാന്തി, ത്യാഗം, സന്തോഷം, ആർജവം, ഋജുത്വം, നേരെ നേരെ പോന്നുള്ള രീതി, ശമം ഇന്ദ്രിയ നിഗ്രഹം, ദമം മനോനിഗ്രഹം, തപസ്, സാമ്യം, തിതിക്ഷ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി തത്വബോധം നമ്മൾ പഠിച്ചാലാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് കിട്ടുന്നത്. ഉപരതി, ശാസ്ത്രചിന്ത, ജ്ഞാനം, വിരക്തി, ഐശ്വര്യം, ശൗര്യം, തേജസ്, ബലം, സ്മൃതി, സ്വാതന്ത്ര്യം, കൗശലം, കാന്തി, ധൈര്യം, മാർദ്ദവം, ആ സ്വഭാവത്തിലുള്ള മൃദുത്വം, അതാണ് മാർദ്ദവം, പ്രാഗത്ഭ്യം, വിനയം, ശീലം, മാനസിക പാടവം, ബലം, സമ്പൂർണ്ണ ഐശ്വര്യം, ഗാംഭീര്യം, സ്ഥൈര്യം, ആസ്തിക്യ ചിന്ത, കീർത്തി, മാനം, അഹങ്കാരമില്ലായ്മ, ആ ഞാൻ എന്നുള്ള ആ ഭാവം, ഒടുങ്ങൽ തുടങ്ങിയവയാണല്ലോ ഭഗവാനിൽ നിത്യമായി വിളങ്ങുന്ന ഗുണങ്ങൾ. അപ്പം മഹത്വാകാംക്ഷികളായവർക്ക്, അവൻ്റെ സ്വരൂപത്തിലേക്ക് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഭഗവാനിലേക്ക് പോകുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ ഈ ഗുണങ്ങൾ ലഭിക്കുന്നു. ഭഗവാനിൽ ഈ ഗുണങ്ങൾക്ക് ഒരിക്കലും ക്ഷയം സംഭവിക്കില്ല. അപ്പം ഈ ഒരു കൃഷ്ണൻ്റെ വിരഹം കൊണ്ടും കലിയാൽ ദൃഷ്ടിവയ്ക്കപ്പെട്ട, കലി നോട്ടവിട്ട ലോകരെക്കുറിച്ച് ഓർത്തുമാണ് എനിക്ക് ദുഃഖമുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് ഭൂമിദേവി പറയുകയാണ്, എന്നെക്കുറിച്ച് മാത്രമല്ല, ദേവോത്തമനായ ഭവാൻ, ധർമ്മദേവൻ, ദേവന്മാർ, പിതൃക്കൾ, ഋഷിമാർ, സജ്ജനങ്ങൾ, വർണ്ണാശ്രമ ധർമ്മങ്ങൾ മുതലായവയെല്ലാം കുറിച്ച് ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഇപ്പം നമ്മളിൽ തന്നെ എല്ലാ വർണ്ണങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ എല്ലാ ആശ്രമങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കേണ്ടത്, അല്ലേ? ആചാരപ്രഭവോ ധർമ്മ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യാനായിട്ട് ലക്ഷ്മി ദേവി പോയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഉള്ള സമയത്ത് ഞാൻ ഐശ്വര്യങ്ങളോടുകൂടി പ്രശോഭിച്ചു, പക്ഷേ അവസാനം ഭഗവാൻ എന്നെ വെടിഞ്ഞ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ തന്നെ ആസുരവംശ രാജാക്കന്മാരെ കൊണ്ട് ഉണ്ടായിരുന്ന ഭാരം കുറച്ചു. കുറേ പേരെ വകവരുത്തി, അല്ലേ? കുറേ പേർക്ക് ആസുരിക ഭാവമുള്ളവരെയെല്ലാം അവർക്ക് ദേഹം വെടിയേണ്ടി വന്നു, അല്ലേ? ദ്വാപരയുഗത്തിൽ 2 പാദങ്ങളോട് കൂടിയവനായിരുന്ന അവിടുത്തെ പൂർണ്ണപാദനാക്കി. എല്ലാ പാദങ്ങളോടും കൂടി സത്യം, തപസ്, ശൗചം, ദയ, ഇതെല്ലാം ഉണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ധർമ്മദേവനും ഭൂമിദേവിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ
രാജർഷി, രാജാവും ഒരേ സമയം ഋഷിയുമായിരിക്കുന്നതാണ് രാജർഷി പരീക്ഷിത്ത് കിഴക്കോട്ട് പ്രവഹിക്കുന്ന സരസ്വതി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് ആ അധ്യായം സമാപിപ്പിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പൃഥ്വി ധർമ്മ സംവാദോ നാമ ഷോഡശോധ്യായ അഥ സപ്തദശോധ്യായ. അപ്പോൾ ആദ്യത്തെ സ്കന്ധത്തിലെ 17-ാം അധ്യായമാണ് ഇനി പറയുന്നത്. പരീക്ഷിത് ധർമ്മദേവ സംവാദവും കലിനിഗ്രഹവും. അപ്പം ആ സരസ്വതി നദിയുടെ തീരത്ത് അനാഥരായിരിക്കുന്ന 2 പശുക്കളെ അടിക്കുന്നവനും രാജലക്ഷണങ്ങളോട് കൂടിയവനാണെങ്കിലും വളരെ നീചനുമായ കലിയെ പരീക്ഷിത്ത് കണ്ടു. അപ്പോൾ കലിയുടെ ആ അടിയൊക്കെ താടനമേറ്റ് ആ താമരവളയം പോലെ വെള്ള നിറത്തോടു കൂടിയ വിളറിപ്പോയി അല്ലേ ആ വൃഷഭം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഭയന്ന് വിറച്ചും മൂത്രം ചുരുത്തിയിട്ടും കരയുന്നുണ്ടായിരുന്നു. ആ കലിയുടെ ശൂദ്രപാദ പ്രഹരമേറ്റ് പശുവും ദീനയായിരിക്കുന്നു. തീറ്റ ഇല്ലാത്തതുകൊണ്ടും കിടാവ് നഷ്ടപ്പെട്ടതുകൊണ്ടും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുകൊണ്ടും ആ ഭൂമിദേവി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇത് കണ്ട് പരീക്ഷിത് രഥത്തിലിരുന്ന് വില്ലിൻ്റെ ഞാൺ മുറുക്കി കലിയോട് മേഘഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ആരാണ്? എൻ്റെ രാജ്യത്ത് ദുർബലരെ ഹിംസിക്കുന്ന നീ ആരാണ്? നീ ഒരു നടനെ പോലെ രാജവേഷം ധരിച്ചിരിക്കുന്നുവെങ്കിലും വളരെ നികൃഷ്ടമായ കർമ്മമാണ്, കുത്സിത കർമ്മമാണ് നീ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ ഗാന്ധീവം ധാരിയായ അവർ ഉള്ളപ്പോൾ ഇവിടെ ധർമ്മം നിലനിന്നിരുന്നു അല്ലേ? അർജുനനോട് കൂടി സ്വർഗത്തിലേക്ക് പോയ സമയം നോക്കി നീ ആ ഒരു നിരപരാധികളെ രഹസ്യമായി ദ്രോഹിക്കുകയാണ്, നീ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കലിയോട് പരീക്ഷിത് രാജാവ് പറഞ്ഞു. ആ പരീക്ഷിത് മഹാരാജാവ് ധർമ്മദേവനോട് ചോദിച്ചു, ആ മൃണാളം താമരവളയം പോലെ വെളുത്തവനും ഒറ്റക്കാലിൽ നിൽക്കുന്നവനും ദീനാവസ്ഥ കൊണ്ട് നമ്മളെ ഖേദിപ്പിക്കുന്നവനുമായി എനിക്ക് പരീക്ഷത്തിന് വല്ലാത്ത വിഷമമുണ്ടെന്ന് പറയുകയാണ്. ആയ ഭവാൻ ആരാണ്? വല്ല ദേവനുമാണോ? ഇത് പുരുവംശ രാജാക്കന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന ഭൂമി തലമാണ്. അപ്പം ഭവാന്റെ കണ്ണുനീരല്ലാതെ മറ്റൊരു ജീവിയുടെയും കണ്ണുനീര് ഇവിടെ പതിക്കുന്നില്ല. സുരഭിയുടെ വംശത്തിൽ പിറന്നവനാണ് അങ്ങ്, അവിടുന്ന് ദുഃഖിക്കേണ്ട. ഈ നികൃഷ്ടനിൽ നിന്നുള്ള ദ്രോഹം ഞാൻ ഇല്ലാതാക്കുന്നതാണെന്ന് പരീക്ഷിത് രാജാവ് പറഞ്ഞു. അനന്തരം പരീക്ഷിത ഭൂമിദേവിയോട് പറയുകയാണ്, ഗോമാതാവേ അവിടുന്ന് കരയണ്ട, ഞാൻ ഭവതിക്ക് ക്ഷേമമുണ്ടാക്കും. അപ്പം യാതൊരാളുടെ ദേശത്തിലാണോ പ്രജകൾ ദുഷ്ടരാൽ ഭയപ്പെട്ട് കഴിയുന്നത് ആ നൃപൻ്റെ യശസ്സും ആയുസ്സും കീർത്തിയും സൽഗതിയും എല്ലാം നശിച്ചു പോകും. അപ്പം നൃപന്മാരുടെ രാജാക്കന്മാരുടെ പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ വളരെ ആർത്തരായിരിക്കുന്നവരുടെ ദുഃഖം ശമിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭൂതദ്രോഹിയും ദുഷ്ടനുമായ, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചവയാണ്, ഉണ്ടായവയാണ്, അവയെ നശിപ്പിക്കുന്ന ഇവനെ, ദുഷ്ടനുമായ ഇവനെ ഞാൻ വധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഗോപുങ്കവ 4 കാലുള്ള ആ ചതുഷ്പാദിയായ ഭവാന്റെ 3 കാലുകളും ആരാണ് മുറിച്ചത്? അപ്പോൾ കൃഷ്ണൻ്റെ പിൻഗാമികൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പിൻഗാമികൾ ഭരിക്കുന്ന ദേശത്ത് അങ്ങേപ്പോലെ കഷ്ടപ്പെടുന്നവർ ഉണ്ടാകരുത്. അപ്പോൾ പാണ്ഡവരുടെ യശസ്സിനാണല്ലേ അതൊരു കളങ്കം ഉണ്ടാകുന്നത്. അതുപോലെ അവിടത്തേക്ക് അംഗവൈകല്യം വരുത്തിയത് ആരാണെന്ന് പറഞ്ഞാലും. അപ്പോൾ നിരപരാധികളും സാധുക്കളുമായ നിങ്ങൾക്ക് ഞാൻ ക്ഷേമമുണ്ടാക്കും. അപ്പം നിരപരാധികളെ ഉപദ്രവിക്കുന്നതിന് നിശ്ചയമായും എന്നിൽ നിന്ന് ഭയമുണ്ടാകും. ദുഷ്ടരെ ശിക്ഷിച്ചാൽ മാത്രമേ ആ ശിഷ്ടരായിട്ടുള്ളവർക്ക് ക്ഷേമമുണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ നിരപരാധികളെ ഉപദ്രവിക്കുന്നവൻ്റെ കൈകളെ തോൾവളയോടുകൂടി ഞാൻ ഛേദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് രാജധർമ്മമാണ്. അപ്പം ധർമ്മദേവൻ പറഞ്ഞു, അങ്ങ് പാണ്ഡവ വംശത്തിൽ ജാതനായ ഭവാൻ ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന ഈ വാക്കുകൾ അങ്ങേക്ക് യോജിച്ചതാണ്. പ്രാണികൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഓരോരുത്തരും ഓരോ കാരണങ്ങളാണ് പറയുക. നമ്മൾ ചിന്തിക്കാറില്ലേ, എന്ത് കാരണത്താലാണ് നമുക്ക് ദുഃഖം വരുന്നത്? ഭേദബുദ്ധി ഇല്ലാതായിരിക്കുന്ന ചിലർ പറയുന്നു അവനവൻ്റെ ദുഃഖ കാരണം അവനവൻ തന്നെയാണെന്ന്. മറ്റു ചിലർ പറയുന്നു ദൈവമാണെന്ന്, കർമ്മമാണെന്ന്, ലോക സ്വഭാവമാണെന്ന്, സ്വഭാവം സ്വന്തം ഭാവം. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇന്ദ്രിയാദികൾക്കെല്ലാം അതീതമായിരിക്കുന്ന ഒന്നാണ് ദുഃഖകാരണം. അപ്പം ഇതിലേതാണ് ശരിയെന്ന് അവിടുന്ന് സ്വബുദ്ധി കൊണ്ട് വിമർശിച്ച് മനസ്സിലാക്കാൻ പറയുന്നു. അപ്പോൾ സൂതൻ പറയുകയാണ്, സൂത ഉവാച, അല്ലയോ മുനിപ്രവര, മുനിസത്തമ, ധർമ്മദേവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ചക്രവർത്തിയായ പരീക്ഷിത് ഖേദഹീനനായി ശാന്തചിത്തനായി ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരീക്ഷിത് പറയുകയാണ്, അവിടുന്ന് വൃഷരൂപം ധരിച്ചെത്തിയ ധർമ്മദേവനാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ സത്യം, തപസ്, ശൗചം, ദയ എന്നിവയാണ് ഭവാന്റെ 4 പാദങ്ങൾ എന്നുള്ളത് പ്രസിദ്ധമാണ്. അധർമാശ്രിതങ്ങളായ അഹങ്കാരം, രാഗം, മതം എന്നിവയാൽ അവിടുത്തെ 3 കാലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് ആ ഒരൊറ്റ കാലിലാണ് നിൽക്കുന്നത്, സത്യം എന്നുള്ളത്.
അതും അധർമ്മത്താൽ പോഷിപ്പിക്കപ്പെടുന്ന കലി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഗോരൂപിയായ ഭൂമിദേവിയുടെ ഭാരമെല്ലാം തീർത്തു. ഇപ്പോഴോ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായ അവൾ വളരെ ഭാഗ്യഹീനയായിപ്പോയി അല്ലേ? ആ ബ്രഹ്മദ്വേഷികളായിട്ടുള്ള കപടവേഷമണിഞ്ഞവരുമായ ശൂദ്ര രാജാക്കന്മാരെ കണ്ട് ഭയന്ന് കണ്ണീർ വാർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം ധർമ്മദേവനോടും ഭൂമിദേവിയോടും പറഞ്ഞിട്ട് പരീക്ഷിത്ത് മൂർച്ചയേറിയ വാൾ അധർമ്മത്തിൻ്റെ കാരണക്കാരനായ ആ കലിയെ വധിക്കാനായിട്ട് കയ്യിലെടുത്തു. അപ്പോൾ പരീക്ഷിത്ത് തന്നെ നിഗ്രഹിക്കുവാൻ തന്നെയാണ് തുനിയുന്നതെന്ന് കണ്ട് കലി ഭയവിഹ്വലനായി പേടിച്ചുപോയി അല്ലേ? പരീക്ഷിത്ത് അത്രയും പ്രബലനായ ഒരു രാജാവാണ്. രാജചിഹ്നങ്ങളൊക്കെ വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പരീക്ഷത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചു. ആ ദീനാനുകമ്പനും ശരണ്യനും, ആ ശരണം പ്രാപിച്ചവർക്ക് അഭയം കൊടുക്കുന്നവനാണ് പരീക്ഷിത്. പുണ്യചരിതത്തോടു കൂടിയവനുമായ പരീക്ഷിത് ഇത് കണ്ട് കലിയെ വധിച്ചില്ല. അവനവനെ ആശ്രയം പ്രാപിക്കുന്നവരെ പിന്നെ വധിക്കരുത് എന്നാണ് രാജധർമ്മം. അദ്ദേഹം പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം കലിയോട് പറഞ്ഞു, പാർത്ഥൻ്റെ കീർത്തിയെ നിലനിർത്തുന്ന എന്നെ ആശ്രയിച്ചവർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല. എന്നാലും അധർമ്മത്തിൻ്റെ ബന്ധുവായ നീ എൻ്റെ രാജ്യത്ത് ഒരു കാരണവശാലും താമസിക്കരുത്. അപ്പം നീ പോയിട്ട് നൃപദേഹങ്ങളിൽ, രാജാക്കന്മാരുടെ ദേഹങ്ങളിൽ വസിക്കുമ്പോൾ അവരിലും എന്തുണ്ടാകും? ലോഭം, അസത്യം, മോഷണം, നീചഭാവം, പാപകർമ്മ വാസന, അനൈശ്വര്യം, കാപട്യം, കലഹം, ദംഭം തുടങ്ങിയ അധർമ്മ സമൂഹം തന്നെ, ഒരു കൂട്ടം കാര്യങ്ങൾ അധർമ്മത്തിൻ്റെ ഉണ്ടാകും. അതുകൊണ്ട് അധർമ്മ ബന്ധുവായ നീ ബ്രഹ്മാവർത്തം എന്ന ദേശത്ത് വസിക്കുവാൻ പാടില്ല. ഇവിടെ യജ്ഞസ്വരൂപനായ ശ്രീഹരിയെ ഇവിടെ നാനാവിധ യജ്ഞങ്ങൾ കൊണ്ട് യാജ്ഞികർ യജിക്കുകയാണ്. അപ്പോൾ സത്യവും ധർമ്മവും ഒരുമിച്ചേ വസിക്കുകയുള്ളൂ. അതോടെ അധർമ്മ ബന്ധുവായ നീ വസിക്കരുത്. ബ്രഹ്മാവർത്തത്തിൽ ഭഗവാൻ ഹരി യജ്ഞങ്ങൾ കൊണ്ട് തന്നെ ഉപാസിക്കുന്നവർക്ക് എന്തു നൽകും? ശാന്തിയും സർവാഭീഷ്ട സിദ്ധിയും പ്രദാനം ചെയ്യും. ആ സകല ചരാചരങ്ങളുടെയും അയാമിയായും പുറത്തും വായുവെന്ന പോലെ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നവനാണ് ശ്രീഹരി എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ സൂതൻ പറയുകയാണ്, കലി ഭയം കൊണ്ട് വിറച്ചുപോയി. കയ്യിൽ വാളുയർത്തിയിട്ട് തന്നെ ഇപ്പോൾ കൊല്ലുമെന്ന പോലെ നിൽക്കുന്ന അദ്ദേഹത്തോട് കലി ഇപ്രകാരം അപേക്ഷിക്കുകയാണ്, അലയോ സാർവഭൗമ, ഞാൻ എവിടെയാണ് വസിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും. എല്ലായിടത്തും അവിടുന്ന് അമ്പും വില്ലും ധരിച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ധർമ്മജ്ഞനാണല്ലോ അങ്ങ്, എനിക്ക് വസിക്കുന്നതിനുള്ള ഇടം ഒന്ന് കാണിച്ചു തരണേ. ഞാൻ അങ്ങയുടെ ആജ്ഞയെ മാനിച്ച് അവിടെ തന്നെ വസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ സൂതൻ പറഞ്ഞു. ഇത് കേട്ട് പരീക്ഷിത്ത് ചൂതുകളി, മദ്യപാനം, നീചസ്ത്രീ, ഹിംസ എന്നിങ്ങനെയുള്ള 4 അധർമ്മസ്ഥാനങ്ങൾ കലിക്കായിട്ട് കൽപ്പിച്ചു. അപ്പോൾ സൂതൻ പറയുകയാണ്, അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയേ ദദൗ ദ്യൂതം പാനം സ്ത്രീയസൂന യത്രാധർമ്മശ്ച ദുർവിധ പുനശ്ച യാജമാനായ ജാതരൂപമദാത് പ്രഭു തതോ അനൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം അമോനി പഞ്ചസ്ഥാനാനി ഹി അധർമ്മപ്രഭവക്കരി. ഇതിൽ തൃപ്തനാകാതെ വന്നു. ആ 4 സ്ഥാനങ്ങൾ കൊടുത്തിട്ട് തൃപ്തനാകാതെ വീണ്ടും യാചിക്കുന്ന കലിക്ക് അദ്ദേഹം സ്വർണം കൂടി അനുവദിച്ചു. ഇവ 5ലും യഥാക്രമം എന്തൊക്കെയുണ്ട്? അസത്യം, മതം, സ്ത്രീലമ്പടത്വം, ഹിംസ, വൈരം എന്നീ 5 ദുർഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കലി പരീക്ഷിത് രാജാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് ഇവിടെയൊക്കെ അധിവസിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും അതിലേക്ക് പോയി വീഴരുത് എന്ന് പറയുന്നത്. ചൂതുകളി നമുക്കറിയാം ധനനഷ്ടമുണ്ടാക്കും. അതുപോലെ തന്നെ അവിടെ കലഹങ്ങളും അവനവൻ്റെ നാശത്തിലേക്കുള്ള ഏണിപ്പടികളാണത്. മദ്യപാനം എങ്ങനെയാണെന്ന് നമുക്കറിയാം. നീചസ്ത്രീ ഹിംസ നടത്തുമ്പോൾ പിന്നെ സ്വർണം അവിടെയും നമുക്കറിയാം. ഇതിന് ശേഷം പരീക്ഷിത്ത് വൃഷരൂപം ധരിച്ച ആ ധർമ്മദേവൻ്റെ നഷ്ടപ്പെട്ട തപസ്, ശൗചം, ദയ എന്നീ 3 പാദങ്ങൾ തിരികെ ഉറപ്പിച്ചു. ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. വനവാസത്തിന് പുറപ്പെട്ട യുധിഷ്ഠിരനെ ഏൽപ്പിച്ച സിംഹാസനത്തെ പരീക്ഷിത്ത് സംരക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉള്ള ആ പരീക്ഷിത് രാജാവാണ് ഇപ്പോൾ ഹസ്തിനപുരം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നിങ്ങൾ ദീർഘസത്രം ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ കലിനിഗ്രഹോ നാമ സപ്തദശോധ്യായഃ. ഹരി ഓം. ഇനി നമ്മൾ പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടായ മുനിശാപത്തെ പറ്റിയിട്ടാണ് 18ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിൽ പറയുന്നത്. സൂതൻ പറയുകയാണ്, പരീക്ഷിത് മഹാരാജാവിൻ്റെ ജനനത്തെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം അർജുനൻ്റെ പൗത്രനാണ്, അഭിമന്യുവിൻ്റെ പുത്രനാണ്. അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ ചതിക്കപ്പെട്ടു ശരിക്കും. അപ്പോൾ
പരീക്ഷിത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം കാരണം ആ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം ഉത്തരാദേവിയുടെ ഗർഭത്തിൽ പതിച്ചിട്ടും മരിച്ചില്ല, മരണത്തെ പ്രാപിച്ചില്ല. അപ്പോൾ ഭഗവാനിൽ ചിത്തത്തെ ഉറപ്പിച്ച അദ്ദേഹം മുനിശാപം അനുസരിച്ച് ആ തക്ഷകനിൽ നിന്നും മൃത്യു സംഭവിക്കുമെന്നറിഞ്ഞിട്ടും പരിഭ്രമിച്ചില്ല. അദ്ദേഹം സർവ്വസംഘങ്ങളും വെടിഞ്ഞ് വ്യാസപുത്രനായ ശുഗനിൽ നിന്നും ഭാഗവത തത്വത്തെ ഗ്രഹിച്ച് ആ പവിത്രമായിട്ടുള്ള ഗംഗാ നദിയിൽ ദേഹം വെടിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭഗവത് ചരിതത്തെ നിത്യവും ശ്രവിക്കുന്നവർക്കും ഭഗവാനെ ഭക്തിയോടുകൂടി സേവിക്കുന്നവർക്കും ആ ഭഗവത് പാദാംബുജത്തെ നിത്യവും ധ്യാനിക്കുന്നവർക്കും അന്ത്യകാലത്തുകൂടി പരിഭ്രമം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം കലിക്ക് ആ പരീക്ഷിത് രാജാവ് സാമ്രാജ്യാധിപതിയായിട്ടിരിക്കുന്ന കാലത്ത് ഇവിടെ ഭൂമിയിൽ വന്നാൽ പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ആരോഹണം ചെയ്തത് എപ്പോഴാണോ അപ്പോൾ മുതലാണ് കലി ഭൂമിയിൽ പ്രവേശിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ പരീക്ഷിത് മഹാരാജാവ് കലിയെ വെറുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കലിയുഗത്തിൽ സൽക്കർമ്മങ്ങൾക്ക് ഉടൻ തന്നെ ഫലം ലഭിക്കുന്നു, മറ്റു യുഗങ്ങളിൽ ഇത്ര പെട്ടെന്ന് ഫലമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ധീരരായവരെ ഭയക്കുന്നവനായ ഈ കലിയെ കൊണ്ട് എന്ത് ചെയ്യാനാണ് കഴിയുക? ബുദ്ധിഹീനരായ മറ്റ് കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്ന് പെട്ടുപോകുന്ന ജനങ്ങളിൽ മാത്രം കലിയാകുന്ന ഈ ചെന്നായ അതിശ്രദ്ധയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ തന്നെ മനസ്സാണ്. മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് നമ്മളെ ആകൃഷ്ടമാക്കി കൊണ്ടുപോയി കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങൾക്ക് പുണ്യപ്രദമായ ആ പരീക്ഷത്തിനെ സംബന്ധിച്ച ശ്രീകൃഷ്ണ കഥയോട് കൂടിയതായ ആഖ്യാനം പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ കീർത്തനീയനായ ഭഗവാന്റെ ഗുണഗണങ്ങളും മഹത്കർമ്മങ്ങളും മുമുക്ഷുക്കളായവർ എന്നും സേവിക്കേണ്ടതാണ്. ഇനി ഋഷിമാർ ചോദിക്കുകയാണ്, ആ സൂത അങ്ങ് മഹാനാണ്, അങ്ങ് ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ഒന്ന് പറഞ്ഞു തരയണമേ എന്ന് അവർ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ശുഗമുഖനിയുടെ ആ ജ്ഞാനോപദേശം കൊണ്ട് പരീക്ഷിത്ത് ശ്രീഹരിയുടെ പാദകമലങ്ങളിൽ മുക്തിയെ പ്രാപിച്ചത്? ആ ശ്രീശുഗൻ പരീക്ഷിത്തിനെ ഉപദേശിച്ച പുണ്യവും അത്ഭുതവും നിറഞ്ഞതും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നിറഞ്ഞതും ആ ഭഗവത് ഭക്തന്മാർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമായ ആഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. ഇപ്പോൾ സൂതൻ പറയുകയാണ്, സൂതൻ എന്ന് പറഞ്ഞാൽ പ്രതിലോമ ജാതിയിലാണ് ഉള്ള വിവാഹത്തിൽ നിന്നുണ്ടാകുന്നവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിലും മുനിസേവ കൊണ്ട് ഞങ്ങൾ ജന്മസാഫല്യം നേടിയവരായിരിക്കുന്നു. അപ്പോൾ സജ്ജനങ്ങളുമായുള്ള സംഭാഷണ ബന്ധം ദുഷിച്ച കുലത്തിൽ ജനിച്ചതുകൊണ്ടുള്ള ദോഷത്തെയും ആധിയെയും ഇല്ലാതാക്കുന്നു. സജ്ജനങ്ങളുമായുള്ള സത്സംഗങ്ങൾ ഉണ്ടായാൽ മതി. അപ്പം ആ മഹത് ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് യാതൊരുവനെയാണോ ആ അന്തമില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനെന്നും അനന്തശക്തിയോട് കൂടിയവനെന്നും ഭഗവാൻ എന്നും പറയുന്നുവോ? അപ്പം നമ്മൾ പറഞ്ഞു ഭഗങ്ങളോട് കൂടിയതാണ്, 6 ഭഗങ്ങളുണ്ട് ഭഗവാനെന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പം മഹത്തുക്കളായവർക്ക് പരമമായ ആശ്രയവുമായ ആ ശ്രീഹരിയുടെ തിരുനാമത്തെ ഉച്ചരിക്കുന്നവൻ്റെ വംശദോഷങ്ങൾ സർവവും നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സർവരെയും വെടിഞ്ഞ് ലക്ഷ്മി ദേവി യാതൊരു ഇച്ഛയുമില്ലാത്തവനും അസാമാന്യ അതിശയ ഗുണങ്ങളോട് കൂടിയവനുമായ ആ ഭഗവാന്റെ പാദധൂളിയെ ലക്ഷ്മി ദേവി സേവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇനി ഭഗവാൻ എന്ന പദത്തിന് പറയുകയാണ്, ആ കൃഷ്ണനെ അല്ലാതെ മറ്റാരെയാണ് ഭഗവാൻ എന്ന പദത്തിന് ആരാണ് ഭഗവാൻ എന്ന പദത്തിന് അർഹനായിരിക്കുന്നത്? നമ്മൾ ഐശ്വര്യസ്യ സമഗ്രസ്യ യശഃ ശ്രേയഃ ഇങ്ങനെയുള്ള കുറേ 6 ഭഗങ്ങളാണ് പറഞ്ഞത്. ഇത് സമ്പൂർണമായി ആരിൽ കാണപ്പെടുന്നുവോ, ആരിൽ തികഞ്ഞിരിക്കുന്നുവോ അയാളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ആ ഭഗവാനിൽ അനുരക്തരായ ധീരന്മാരായ ധിയം ജാതീതി ധീരഹ എന്നാണ്. നമ്മൾക്ക് വഴിവിട്ട് പോകാൻ കഴിയില്ല. നമ്മളൊരു വാൾത്തലയുടെ ആഗ്രഹത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ് നമ്മളുടെ കാര്യങ്ങൾ. ഈ മാർഗത്തിൽ ചരിക്കുന്നവരുടെ കാര്യങ്ങൾ. അതിനുള്ള ധീരത ഉണ്ടാവണം. നമ്മൾ വഴിവിട്ട് പോകാതിരിക്കാനുള്ള ധീരത ഉണ്ടാവണം. നമ്മൾ ഈ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ മനസ്സ് തോന്നും. മനസ്സ് പിടിവിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന പോലെ ആകർഷണങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾക്കത് വെടിഞ്ഞിട്ട്
നമ്മളൊരു സ്ഥലത്തേക്ക് തന്നെ ഭഗവാനിലേക്ക് തന്നെ നമ്മൾ ഏകാഗ്രമായി നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഉള്ള ധീരരായ യോഗികളാണ് അദേഹാസക്തി, ദേഹമല്ല ഞാൻ, ഇതിൽ ഉണ്ടാകുന്നത് ഇന്ദ്രിയ ദേഹ മനോബുദ്ധി ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളാണെന്ന് അറിഞ്ഞ് ഇതൊക്കെ വിട്ടിട്ട് ദേഹത്തിലുള്ള ആ ബോധത്തെ വിട്ടിട്ട് അഹിംസയും ശാന്തിയും ആ പരമഹംസഭാവത്തെ യോഗികൾ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി പരീക്ഷത്തിന് എങ്ങനെയാണ് ശാപം കിട്ടിയതെന്ന് പറയുകയാണ്. ഒരിക്കൽ നായാട്ടിനായി വനത്തിലേക്ക് പോയി. പരീക്ഷത്തിന് സ്വാഭാവികമായി അവിടെ ദാഹിച്ചു വരഞ്ഞു. അവിടെ വേറെ വീടുകളൊന്നും ഇല്ലല്ലോ. ഒരു ആശ്രമത്തിൻ്റെ സമീപത്തിൽ ചെന്നു. അവിടെ അദ്ദേഹം ആരെ കണ്ടു? ഒരു മുനിയെ കണ്ടു. വളരെ ശാന്തനായിട്ട്, ധ്യാനനിഷ്ഠനായിട്ട്, കണ്ണുകളടച്ച് വളരെ പ്രശാന്ത ചിത്തനായിട്ട്, നിർവികാരനായിട്ട് ഒരു രുരു എന്ന മൃഗത്തിൻ്റെ ചർമ്മം ധരിച്ചിരിക്കുന്ന ഒരു മുനിയെ കണ്ടു. അപ്പോൾ ഇതിലൊക്കെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കൊക്കെ അപ്പുറമാണ് ആ തുരിയ അതിൽ സ്ഥിതി ചെയ്യുന്ന ആ മുനിയോട് പരീക്ഷിത്ത് അല്പം ജലം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ജലം തരണേന്ന് ആവശ്യപ്പെട്ടു. അപ്പം സാധാരണ രാജാക്കന്മാരെ കണ്ടാൽ അർഘ്യം പാദ്യം അങ്ങനെയൊക്കെ കൊടുക്കണം, ഇരിപ്പിടം കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊന്നും വിളിച്ചാൽ കേൾക്കാത്ത ഒരവസ്ഥയിൽ സമാധിയിലേക്ക് പോയിരിക്കുന്ന ആ അവസ്ഥയിലാണ് മുനിയുള്ളത്. അപ്പോൾ ഇതൊന്നും നൽകാതെ, അർഘ്യാസനങ്ങളൊന്നും കൊടുക്കാതെ, ആ നല്ല വാക്ക് പറയാതെയും ഇരിക്കുന്ന ആ മുനിയെ കണ്ടപ്പോൾ രാജാവ് ഇദ്ദേഹം തന്നെ അപമാനിക്കുകയാണെന്ന് നിശ്ചയിച്ചു. പരീക്ഷിത്ത് തന്നെ വിചാരിച്ചു ഇതൊരു കള്ളത്തപസ്സാണ്. അപ്പം രാജാവിനാണെങ്കിൽ വിശപ്പുണ്ട്, ദാഹമുണ്ട്, കൂട്ടത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് പീഡിതനായ രാജാവിന് മുനിയോട് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധമുള്ള ദ്രോഹബുദ്ധി തോന്നി, ദേഷ്യം തോന്നി. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്നുണ്ടായ ആ ഒരു നിമിഷത്തെ കോപത്തിൽ ഒരു ചത്ത പാമ്പിനെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് തോണ്ടി എടുത്തുകൊണ്ട് വന്ന് മുനിയുടെ ചുമലിലിട്ടു രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ മുനിയുടെ പുത്രനുണ്ട്. ആ കുട്ടി ബാലന്മാരോടൊത്ത് കളിക്കുമ്പോൾ അച്ഛന് സംഭവിച്ച നാണക്കേട് ആ കുട്ടി അറിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, എന്ത് അധർമ്മമാണ് ഈ നൃപൻ ചെയ്തിരിക്കുന്നത്? അപ്പം ബലിച്ചോറ് തിന്നുന്ന കാക്കയെ പോലെയും കാവലിന് പോറ്റുന്ന നായ്ക്കളെ പോലെയുമാണ് യജമാനരിൽ ഭൃത്യൻ്റെ ആക്രമണം. ബ്രാഹ്മണർ ക്ഷത്രിയാധമനെ കാവൽക്കാരനായിട്ടേ കണക്കാക്കുന്നുള്ളൂ. കുഞ്ഞാണ്, അവന് ദേഷ്യം വന്നു. അത് അറിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് അത് പറയുകയാണ്. അപ്പോൾ പടിവാതിൽക്കൽ നിൽക്കുന്ന അവൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വീട്ടിലെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ എങ്ങനെ അർഹനാകും? അപ്പോൾ ദുർമാർഗികളെ ഒക്കെ ശാസിച്ചിരുന്ന ഭഗവാൻ കൃഷ്ണൻ ലോകം വിട്ടുപോയതോടുകൂടി മര്യാദകൾ ലംഘിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ആരുമില്ലെന്ന് കരുതണ്ട. അവരെ ഞാനിന്ന് ശാസിക്കുന്നുണ്ട്, എൻ്റെ തപോബലം കണ്ടാലും. അപ്പം കൂട്ടുകാരോട് ഇപ്രകാരം പറഞ്ഞിട്ട് അവൻ കോപാഗ്നിയോടെ നദിയിൽ ചെന്ന് സ്നാനം ചെയ്ത് ആചമിച്ചതിന് ശേഷം വാക് വജ്രത്തെ തൊടുത്തുവിട്ടു. വാക്കാകുന്ന വജ്രത്തെ, വാക്ക് അഗ്നിയാണെന്നാണ് പറയുക. ഒരിക്കൽ തൊടുത്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ പൊള്ളിച്ച് ദഹിപ്പിച്ച് കളയും എന്നാണ് പറയുകയാണ്. ബാലൻ്റെ വാക്കാണ്. ഇതിൽ അങ്കിത മര്യാദം തക്ഷകസപ്തമേ അഹനി ദംശതി സ്മ കുലാങ്കാരം ചോദിതോ മേ തദ്ദ്രുഹം തതോ അഭേത്യാശ്രമം ബാലോ ഗളേ സർപ്പകളൈബരം പിതരം വീക്ഷ്യ ദുഃഖാർത്തോ മുക്തകണ്ഠോരുരോധ സവാ അങ്കിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീല്യ ശനകീർനേത്രേ ദൃഷ്ട്വാ സ്വാംസേ മൃദോരകം വിസൃജ്യ പുത്രം പപ്രച്ഛ വത്സ കസ്മാധിരോദിഷി കേനവാതി പ്രതികൃതം ഇത്യുക്ത സ ന്യവേദയത്ത്. അപ്പം ബാലൻ പറയുകയാണ്, എൻ്റെ പിതാവിനെ ദ്രോഹിച്ചവനും മര്യാദ ലംഘിച്ചവനുമായ ഈ കുലനാശകനായ നൃപൻ 7-ാം നാള് തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് ബാലൻ ശപിച്ചു. അപ്പോൾ തുടർന്ന് മുനികുമാരൻ ആശ്രമത്തിൽ ചെന്നിട്ട് ചത്തപാമ്പ് കഴുത്തിൽ തൂങ്ങുന്ന പിതാവിനെ കണ്ടിട്ട് ആ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ആങ്കിരസിൻ്റെ ഗോത്രത്തിൽ പിറന്ന ആ മുനി കണ്ണൊക്കെ തുറന്നിട്ട് ചത്തപാമ്പിനെ ചുമലിൽ നിന്ന് എടുത്തു കളഞ്ഞ് അദ്ദേഹം പറഞ്ഞു, മകനെ, നീ എന്തിനാണ് കരയുന്നത്? ആരാണ് നിന്നോട് തെറ്റ് പ്രവർത്തിച്ചത്? ഇത് കേട്ടിട്ട് ഈ മുനികുമാരൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ തൻ്റെ പുത്രൻ നൃപനെ ശപിച്ചു എന്ന് കേട്ടിട്ട് മുനി പുത്രനെ അഭിനന്ദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, മൂഢനായവനെ, ചെറിയൊരു കുറ്റത്തിന് നീ വലുതായ ശിക്ഷ നൽകിയല്ലോ. നീ അപക്വബുദ്ധിയാണ്. ഈശ്വരനായി കണക്കാക്കേണ്ട രാജാവിനെ ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് തുല്യനായി കാണുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹം കാരണമാണ് ക്ഷേമത്തെ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ രാജാക്കന്മാർ, നല്ല രാജാക്കന്മാർ ഇല്ലാതായാൽ അരാജകത്വം ഉണ്ടാകും. അതിൻ്റെ ഫലമായി ജനങ്ങൾ പരസ്പരം ഹനിക്കും, ശപിക്കും, പശുക്കൾ, ധനം, സ്ത്രീകൾ മുതലായവയെല്ലാം അപഹരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ
പരീക്ഷിത്ത് ആ വിശപ്പും ദാഹവും കൊണ്ട്, അദ്ദേഹം ധർമ്മരക്ഷകനാണ്, പരീക്ഷിത്ത് സമ്രാട്ടാണ്, അതികീർത്തിമാനാണ്, അശ്വമേധം നടത്തിയവനാണ്, രാജർഷിയാണ്, മഹാഭാഗവതനാണ്. അദ്ദേഹം ആ ഒരു സമയത്ത് ചെയ്തു പോയ തെറ്റിൽ നമ്മുടെ ശാപത്തെ ഒട്ടും തന്നെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. ഇനി പരീക്ഷിത്തിൻ്റെ പ്രായോപവേശമാണ് ശുഗമഹർഷി വരികയും കൂടി ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നിഗൂഢ ആ വലിയ തേജസ്സോടു കൂടിയ മുനിയോട് ആ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് പരീക്ഷിത്തിന് വലിയ ദുഃഖമുണ്ടായി. അപ്പം വളരെ താമസിയാതെ തനിക്ക് വലുതായ വ്യസനത്തെ, ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും എന്ന് പരീക്ഷിത്തിന് മനസ്സിലായി. ഇനി ഒരു തെറ്റ് ആവർത്തിക്കാത്ത വിധം താൻ പ്രായശ്ചിത്തം അനുഭവിക്കട്ടെ എന്ന് പരീക്ഷത്തിന് മനസ്സിലാവുകയും ചെയ്തു. പരീക്ഷിത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുനി ശാപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു. ഇത് കേട്ടപ്പോഴും അദ്ദേഹത്തിന് അല്പം പോലും ദുഃഖമുണ്ടായില്ല. ആ വിഷയങ്ങളിൽ ആസക്തനായിരിക്കുന്നവന് പോലും വിരക്തി, ആ രാഗത്തിൽ നിന്നെല്ലാമുള്ള മാറ്റത്തെ ജനിപ്പിക്കുന്ന ആ തക്ഷകൻ്റെ വിഷാഗ്നി അജരേണ, താമസം ഇല്ലാതെ തന്നെ ബാധിക്കുന്നത് തന്നെയാണ് ഉചിതമെന്ന് അദ്ദേഹം കരുതി. ഇഹവും പരവും എല്ലാം, സ്വർഗവും ഭൂമിയെല്ലാം തള്ളിക്കളയേണ്ടത് തന്നെയാണെന്ന് അദ്ദേഹം മുൻപേ തന്നെ തീരുമാനിച്ച് ഉറച്ചതായിരുന്നു. ഇത് കേട്ടപ്പോൾ, ഈ ശാപവൃത്താന്തം കേട്ടപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പാദസേവനത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഗംഗാതീരത്തിൽ ചെന്ന് പ്രായോപവേശം ചെയ്തു. ആ ഭഗവാന്റെ പാദങ്ങളിൽ കൂടി ഒഴുകുന്ന ആ തുളസിയുടെ മണമുള്ള ജലം പ്രവഹിക്കുന്ന ഗംഗാനദി ആ ലോകപാലകന്മാരോട് കൂടിയ സർവ്വലോകങ്ങളുടെയും അകവും പുറവും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആസന്ന മൃത്യുവായിട്ടുള്ള പെട്ടെന്ന് മരണം ലഭിക്കുന്ന ആരാണ് ഗംഗയെ ആശ്രയിക്കാതെ ഇരിക്കുന്നത്? അപ്പം അദ്ദേഹം ആ പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. സർവാസക്തികൾ വെടിഞ്ഞു. മുനിവ്രതത്തോടുകൂടി വിഷ്ണുപാദങ്ങളെയും ധ്യാനിച്ച് ഇരുന്നു. അനേകം മഹാനുഭാവന്മാരായ ഋഷിമാർ അവിടെ വന്നു. അവർ തീർത്ഥാടനം നടത്തുക എന്നുള്ള വ്യാജേന തീർത്ഥങ്ങളെ ശുദ്ധീകരിക്കുകയാണ് സത്തുക്കൾ ചെയ്യുന്നത്. ആരൊക്കെയാണ്? അത്രി, വസിഷ്ഠൻ, ചവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, ഉദധ്യൻ, ഇന്ദ്രപ്രമദൻ, മേധാതിഥി, ദേവലൻ, ആർട്ടിഷേണൻ, ഭരദ്വാജൻ, ഗൗതമൻ, പിപ്പലാദൻ, മൈത്രേയൻ, ഔർവൻ, കവശൻ, അഗസ്ത്യൻ, വേദവ്യാസൻ, നാരദൻ തുടങ്ങി ബ്രഹ്മർഷിമാരിലും ദേവർഷിമാരിലും മുഖ്യരായവരും നിരവധി രാജർഷിമാരും അവിടെ എത്തിച്ചേർന്നു. പരീക്ഷിത്ത് അവരെയെല്ലാം ആദരവോടുകൂടി എതിരേറ്റു. അവർക്ക് ശ്രേഷ്ഠമായ ആസനങ്ങൾ നൽകിയ ശേഷം വിനയാന്വിതനായി ഇങ്ങനെ ചോദിച്ചു: ഞാൻ നൃപന്മാരിൽ വെച്ച് ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിന് ഞാൻ പാത്രമായി. നിങ്ങൾ എൻ്റെ നന്മയ്ക്കായി വിഷ്ണുവിൻ്റെ ഗാഥകൾ ആലപിക്കണേ. അതിനുശേഷം ആ ബ്രാഹ്മണ പ്രേരിതനായ തക്ഷകൻ എന്നെ മതിവരുവോളം കടിക്കട്ടെ. എനിക്ക് ഓരോ ജന്മത്തിലും മുകുന്ദനിൽ ഭക്തിയും സജ്ജന സംഗമവും സർവചരാചരങ്ങളിലും മൈത്രിയും ഉണ്ടാകട്ടെ. മുനിമാരെ, നിങ്ങൾക്കായിക്കൊണ്ട് എനിക്ക് നമസ്കാരം എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ദൃഢനിശ്ചയത്തോടുകൂടി ധീരനായ പരീക്ഷിത്ത് പുത്രന് രാജ്യം നൽകിയിട്ട് ഗംഗയുടെ തെക്കേക്കരയിൽ ദർഭ വിരിച്ച് വടക്കോട്ട് നോക്കിയിരിപ്പായി. അപ്പോൾ അങ്ങനെ ആ രാജർഷി പ്രായോപവേശത്തിനായിരുന്നപ്പോൾ ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, ദുന്ദുഭി മുഴക്കി. അപ്പം മുനിമാരെ ഇതെല്ലാം വളരെ ഉത്തമമാണെന്ന് പ്രശംസിച്ചുകൊണ്ട് ഭഗവത് ഗുണങ്ങൾ ആലപിച്ചു. അവർ പറയുകയാണ്, ഭാഗവതോത്തമനായ ഇദ്ദേഹം ശരീരം വെടിഞ്ഞ് ആ രാഗശോകാദികളില്ലാത്തതും, നമുക്ക് ഇതെല്ലാം വിഷയങ്ങളോടുള്ള സംഘമെല്ലാം വരുന്നത് ഈ ശരീരത്തിൽ ഞാനാണെന്നുള്ള ആ ഒരു ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ആ ശ്രേഷ്ഠവുമായ രാഗശോകാദികളില്ലാത്ത ശ്രേഷ്ഠവുമായ ലോകത്തിലേക്ക് ഗമിക്കും വരെ നമ്മളെല്ലാവരും, ഇദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നവരെ നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകണം. അപ്പോൾ ശ്രീകൃഷ്ണ ചരിതങ്ങളെ കേൾക്കാനായിട്ട് പരീക്ഷിത്ത് വളരെ ആഗ്രഹിച്ചു. എന്നിട്ട് പറയുകയാണ്, പ്രത്യേകിച്ചും ആസന്ന മൃത്യുവായ ഒരുവൻ്റെ കർത്തവ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് മുനിമാർ വിഷമത്തിലിരുന്നു. ആ സമയത്ത് വ്യാസപുത്രനും ആ അവധൂത വേഷം ധരിച്ച് ഭൂമി മുഴുവനും ചുറ്റി നടക്കുന്ന യാതൊന്നിലും ആഗ്രഹമില്ലാത്ത അനേകം ഗുണഗണങ്ങളോട് കൂടിയ ആത്മരതിയുള്ള ശ്രീശുക ബ്രഹ്മർഷി ബാലന്മാരും സ്ത്രീകളാലും ചുറ്റപ്പെട്ടുകൊണ്ട് എതിർച്ചയാ അവിടെ വന്നു. അല്ലേ, ഗംഗയുടെ തീരത്ത് വന്നു. എന്നും 16 വയസ്സ് മാത്രം പ്രായമുള്ളവനും മനോഹരമായ കൈകൾ, കാലുകൾ, ചുമലുകൾ, കവിൾത്തടം എന്നിവയോട് കൂടിയ ശംഖ് പോലുള്ള കഴുത്തുള്ള ഉയർന്ന നാസിക, ചുരുണ്ട് ചിതറിക്കിടക്കുന്ന തലമുടി, അങ്ങനെയൊക്കെയുള്ള നീണ്ട കൈകൾ,
ഉദരം, മനോഹരമായ ഉദരം, വിഷ്ണുവിൻ്റെ ശോഭ, ശ്യാമവർണ്ണം, ഇവയോട് കൂടിയവനും ദിഗംബരനും, സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും, നിഗൂഢ തേജസ്സോട് കൂടിയവനാണെങ്കിലും മുനിമാർക്ക് മാത്രം നല്ലതുപോലെ അറിയാൻ കഴിയുന്ന ലക്ഷണത്തോടു കൂടിയവനുമായ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ മുനിമാർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് ആദരവോടുകൂടി എഴുന്നേറ്റു. ഉടൻ തന്നെ പരീക്ഷിത്ത് അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ചിരുത്തി. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ തിരിച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രീശുക പരീക്ഷിത് പറയുകയാണ്, അപ്പം അല്ലയോ ബ്രഹ്മർഷി, അങ്ങയുടെ ആഗമനം കൊണ്ട് ക്ഷത്രിയാധമനായ ഞാൻ പരിശുദ്ധനായി തീർന്നു. അപ്പം ചിലരുടെ ഓർമ്മ കൊണ്ട് തന്നെ ഗൃഹങ്ങളൊക്കെ പരിശുദ്ധമാകും. അപ്രകാരമുള്ളവരെ ദർശിക്കുന്നതിനും സ്പർശിക്കുന്നതിനും പാദം കഴുകുന്നതിനും ആസനസ്ഥമാക്കുന്നതിനും ഭാഗ്യം സിദ്ധിച്ചവരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു പരീക്ഷിത്ത്. ഇനി അദ്ദേഹം പറയുകയാണ്, എന്താണ് മൃത്യു ആസന്നനായവന് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താണ്? യത് ശ്രോതവ്യം അധോ ജപ്യം, യത് കർത്തവ്യം നൃഭിപ്രഭു, സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം, നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധിനാം നലക്ഷ്യദേഹി അവസ്ഥാനമപി ഗോദോഹനം ക്വചിത്ത്. അപ്പം മൃത്യു ആസനമായിരിക്കുന്നവന് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താണ്? മനുഷ്യർ ശ്രവിക്കേണ്ടതും ജപിക്കേണ്ടതും ചെയ്യേണ്ടതും സ്മരിക്കേണ്ടതും ഭജിക്കേണ്ടതുമായി യാതൊന്നുണ്ടോ അതും, അരുതാത്തത് ഏതൊക്കെയുണ്ടോ അതും പറഞ്ഞു തന്നാലും. ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹത്തിൽ ആ ഒരു പശുവിനെ കറക്കാനെടുക്കുന്ന സമയം പോലും അദ്ദേഹത്തിന് ശ്രീശുക മഹർഷിയുടെ ദർശനം കിട്ടാറില്ല. അപ്പം ഇങ്ങനെയുള്ള മഥനം നിറഞ്ഞ പരീക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ധർമ്മജ്ഞനായ ശ്രീശുക ബ്രഹ്മർഷി പറയാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ഏവം ആഭാഷിത പൃഷ്ടസരാജ്ഞാശ്ലക്ഷണയാഗിര പ്രത്യഭാഷത ധർമ്മജ്ഞോ ഭഗവാൻ ബാദരായണേ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശുഗാഗമനം നാമ ഏകോനവിംശോധ്യായ. നമ്മളും എല്ലാം ഭഗവത് പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ഹരിയോ.